ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പപ്പടം കൊണ്ടൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ. പിന്നെ ഞാനിടുന്ന വീഡിയോസിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം, സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഴുത്ത പുളി പിഴിഞ്ഞതും, ചെറിയ മാങ്ങ പീസാക്കിയത്, 3 പച്ചമുളക്, കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ അത്യാവശ്യം പുളി വേണം, പുളി ഉണ്ടെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അരമുറി തേങ്ങയിലേക്ക് 1 പച്ചമുളകും 2 അല്ലി ചുവന്നുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. ഇനി അരമുറി തേങ്ങയുടെ പാലിലേക്ക് 1/2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മൊത്തം ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ അരച്ചതും അരമുറിയുടെ പാലും. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. മാങ്ങയും പുളിയും ഒക്കെ കൂടെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കറി കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ 5 പപ്പടം എടുത്തിട്ട് അത് കഷ്ണങ്ങളാക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അത് നേരെ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതേ എണ്ണയിൽ തന്നെ 1 സ്പൂൺ കടുകും 4 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചു കൊടുക്കുക. മുളകിൻ്റെ നിറം മാറുന്നതോടുകൂടി ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇത് അപ്പം തന്നെ ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.